ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലേക്ക് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു തുറന്നു കാട്ടലാണ് സത്യത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണിത്. മാധ്യമങ്ങൾ പോലും ചെയ്യാത്ത ഒന്ന്. കഴിഞ്ഞ 20 വർഷത്തിലേക്ക് രാജ്യത്ത് കേട്ട ഏറ്റവും നടുക്കം ഉണ്ടാക്കുന്ന വാർത്ത. കാരണം എന്താണ്? ഇത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇതൊരു പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയിലെ ട്രംപ് തോറ്റുപോയപ്പോൾ കഴിഞ്ഞ നമ്മൾ കണ്ടാണ്. അതാകാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. എന്തൊക്കെ കേൾക്കുന്നത്? ഒരു മണ്ഡലത്തിലെ മാത്രം കണക്ക് 1 ലക്ഷത്തോളം കള്ള വോട്ട്. ആർക്കൊക്കെയോ വോട്ട്. ഒരു പേരുള്ള ആൾ പല സംസ്ഥാനത്ത് വോട്ട് ചെയ്യുന്നു. പടമില്ലാത്ത വോട്ടർമാർ, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാത്രമുള്ള വോട്ടർമാർ. എന്ത് വെള്ളരിക്കാൻ പറ്റണോ ഇത്? ഇത് നടന്നിട്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാതിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസം നഷ്ടപ്പെട്ട ഒന്നാമത്തെ നമ്മൾ പറയല്ലേ, കേന്ദ്ര ഏജൻസികൾ ഇഡിക്കും എൻഫോഴ്സ്മെന്റിനും ഇഡിക്കും CBIക്കും അല്ലെങ്കിൽ ഈ മറ്റ് സർക്കാർ ഏജൻസികൾക്കൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതിനേക്കാൾ മേലെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംവിധാനമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. എങ്ങനെയാ മാറിയത്? അതിന് ഒന്നാമത്തെ കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആളുകളെ നിയോഗിക്കുമ്പോൾ, കമ്മീഷണർമാരെ നിയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് ഉണ്ടാക്കി. ഡയറക്റ്റീവിന് സ്വഭാവത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അതിൽ ഉണ്ടാവണമെന്ന്. ഈ സർക്കാർ എന്ത് ചെയ്തു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എടുത്തങ്ങോട്ട് മാറ്റി. എന്നിട്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും. അപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററായ ഭൂരിപക്ഷമായി. പിന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക പോലും വേണ്ട. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കലണ്ടർ ഫിക്സ് ചെയ്യുന്നു. ഇന്ന് പ്രധാനമന്ത്രിക്ക് 4 ഉദ്ഘാടനം ഗുജറാത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി 4 സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഇന്ന്, ഗുജറാത്തിൻ്റെ മറ്റന്നാൾ. കാരണം പ്രധാനമന്ത്രി മോദിക്ക് അവിടെ വോട്ട് ചെയ്യാനല്ല, പദ്ധതി ഉദ്ഘാടനം ചെയ്യാനുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലാണ് വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മാൽ പ്രാക്ടീസും തടയും, ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഒരേ ഏർപ്പാടും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി വന്നിട്ടുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അക്ഷരം മിണ്ടാതെ കുനിഞ്ഞിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കമ്മീഷന്റെ ആൾക്കാർ. 2019 മോദിക്ക് അമിത്ഷായ്ക്കെതിരെ ഡസൻ കണക്കിന് പരാതികൾ ഉണ്ടായി വന്നു. ഒരൊറ്റ ഒരെണ്ണത്തിൽ ആക്ഷൻ എടുക്കാത്ത ആൾക്കാരാണ് ഈ ആൾക്കാർ. അശോക് ലവാസ എന്ന് പറഞ്ഞ മനുഷ്യൻ കമ്മീഷനിൽ ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം എന്താണ്? ഈ അട്ടിമറി കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാതാണ്. 2024 തുറന്ന വർഗീയത നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ. ഈ കമ്മീഷൻ എവിടെയായിരുന്നു? നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് വന്നപ്പോഴെല്ലാം ഒറ്റ വാക്കിൽ തള്ളിക്കളയുകയല്ലാതെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങൾക്ക് അട്ടിമറി നടത്താൻ കഴിയാത്തതാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളോടെ ജനത്തിന്റെ മുന്നിൽ വെക്കാൻ ഇപ്പോഴും കഴിയാത്ത കമ്മീഷനാണ് ആ കമ്മീഷൻ. പിന്നെ പണത്തിന്റെ കുത്തൊഴുക്ക്, വർഗീയതയും ചട്ടലംഘനവും നടത്തുന്നതിനെ കുറിച്ചുള്ള, പിന്നെന്താണ് ഈ ഷെഡ്യൂളുകൾ തെറ്റിക്കുന്നതിനെ കുറിച്ച് സമയമായ കണക്ക് കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രധാന സംഗതികളിലൊന്ന് 5 മണി കഴിയുമ്പോഴാണ് വോട്ടർ ഒറ്റ കയറ്റം കൊണ്ട് കയറുകയാണ്. പിന്നെ ചോദിച്ചാൽ കണക്ക് തരാൻ വൈകുകയാണ്. കാരണം എന്താ? ഇത് മുഴുവൻ മാൽ പ്രാക്ടീസിനും മാനിപ്പുലേഷനുള്ള സമയം എടുക്കുന്നുള്ള ആക്ഷേപമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 35,000 വോട്ടിൽ മാത്രം ഡിഫറൻസ് ഉള്ള 10-40 മണ്ഡലങ്ങളും എടുത്തു വെച്ചിട്ട് അതിൽ മാനിപ്പുലേറ്റ് ചെയ്താൽ ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ആ പണി എടുത്തു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ വിശദീകരിക്കട്ടെ. ഒരു നിലയ്ക്കുള്ള പരിശോധനയോട് തുറന്ന സമീപനം സ്വീകരിക്കില്ല, ഡേറ്റ കൊടുക്കില്ല, ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പാകിസ്ഥാനിൽ നിന്ന് വിളിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. രാഹുൽ ഗാന്ധി വളരെ സ്റ്റഡീഡായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങളിലൊക്കെ വാർത്ത ആയിട്ട് വരേണ്ട വലിയ സാധനങ്ങൾ പ്രതിപക്ഷ നേതാവ് തുറന്നു കാണിക്കുന്നു. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കണം. ഇത് നോക്കൂ, ഇത് വളരെ സീരിയസ് ആണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നും, അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും, അവരാലോചിക്കേണ്ട കാര്യം അവരെടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്തിനാണ്? ജയിക്കാനാണ്, അല്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടി പണിയെടുക്കുന്നത് ജയിക്കാനാണ്. BJP വിരുദ്ധ പാർട്ടിയാണെങ്കിൽ BJPയെ തോൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഫ്രോഡ് പരിപാടികളെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു വലിയ സമരമുന്നണി ഉണ്ടാക്കേണ്ട സമയമാണിത്. അല്ലാതെ വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടോ ധാർമ്മികത പ്രസംഗിച്ചുകൊണ്ടോ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഒരു കാര്യമില്ല. നിങ്ങൾ പണിയെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവണം. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് BJPയുടെ ഭാഗത്ത് പോയി ചേരുക, വലിയ പണിയെടുക്കാതെ ജയിക്കാം. നിങ്ങൾക്ക് BJPയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിനോട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തരം എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ശരിയാമണ്ണുള്ള ഒരു മത്സരം നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഈ ദുരൂഹതകൾക്കെതിരായിട്ടുള്ള തുറന്ന പോരാട്ടം തുറക്കാൻ, അതിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യരെ സംഘടിപ്പിക്കാൻ ഈ ഇന്ത്യ സഖ്യത്തിന് കഴിയണം. രാഹുൽ ഗാന്ധി അതിനകത്ത് വളരെ ശുഭകരമായൊരു തുടക്കമിട്ടു. ശ്ലാഘനീയമായ തുടക്കമാണ്. കാരണം അയാൾ അതിനകത്ത് അധ്വാനിച്ചു. സാധാരണ നമ്മൾ കോൺഗ്രസിന് ഇത്രയും അധ്വാനം കാണാറില്ല. അത്രയും പണിയെടുത്തു. നിരന്തരമായി കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഫൈനലി ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ സിമ്പിളായി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിന് ഈ ജനാധിപത്യ ഇന്ത്യ രാഹുൽ ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. അത്രയും അധ്വാനിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രവർത്തന സംസ്കാരത്തിലേക്ക്
ബാക്കി കോൺഗ്രസ്സുകാർക്ക് വരാൻ പറ്റണം, ആ പാർട്ടിക്ക് വരാൻ പറ്റണം, അതിലെ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് വരാൻ പറ്റണം, അതിൻ്റെ തലമുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് വരാൻ പറ്റണം. ഇത് അന്തിമമായ പോരാട്ടമാണ്. അതിനെ ആ നിലയ്ക്ക് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ, ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സഖ്യത്തിന് കഴിയട്ടെ. അല്ലെങ്കിൽ ഇന്ത്യ പോകുന്നത് എങ്ങോട്ടാണ് എന്നതിൻ്റെ ചിത്രം ഇന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ നമുക്കിതിനോട് പൂർണ്ണമായും വിധേയപ്പെടാം, അല്ലെങ്കിൽ പോരാടാം.